ഒറ്റ ശ്വാസം കൊണ്ട് ഫാത്തിഹ ഓതുക. സഹലാണ്, വളരെ സഹലാണ്. ഒറ്റ ശ്വാസം, ഒരൊറ്റ ശ്വാസം കൊണ്ട് ഫാത്തിഹ ഓതി തീർക്കാൻ കഴിയും. ഫാത്തിഹ നാവ് ഫാത്തിഹക്കും രസമായ മതി. പിന്നെ അത് ദായിമാക്കി കഴിഞ്ഞാലോ അത് രസമായിട്ട് വളരെ ഒഴുക്കായിരിക്കും, അങ്ങനെ ഒഴുകും. ദായിമുൽ ആവുക എന്നുള്ളത് എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. ഞാനും റബ്ബിൻ്റെ സഹായത്താൽ പരമാവധി സമയങ്ങളിൽ ശ്രദ്ധിക്കും. ഇല്ലാത്തൊരു ക്ലാസ് എൻ്റെ ഓർമ്മയില്ല. 2000 നവംബർ 5 ക്ലാസ് തുടങ്ങിയതാണ്. ഇപ്പോൾ 2026 2000 നവംബർ 5 26 27ാമത്തെ കൊല്ലം എന്നൊക്കെ വേണമെങ്കിൽ പറയും. ഇതിനിടയിൽ ഒന്നും ഇല്ലാതെ എടുത്തൊരു ക്ലാസ് എനിക്ക് ഓർമ്മയിലില്ല. അല്ലാഹു അഅലം, അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ഉണ്ടെങ്കിൽ അല്ലാഹു അഅലം, എൻ്റെ ഓർമ്മയിലില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് നൽകിയ ഒരു സ്വീകാര്യതയുടെ കാരണം ഒരു പക്ഷേ അതായിരിക്കാം ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും ഒന്നും ഇല്ലാത്തൊരു ക്ലാസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യാം, വുളൂ കൊണ്ട് നടക്കുക. പിന്നെ അതേപോലെ കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ് എന്ത്, ഫാത്തിഹ. വേറെ ചില ഖാസായ കാര്യങ്ങൾക്ക് അതിലേക്ക് ഇങ്ങോട്ട് മാറാം. അതേസമയത്ത് ഫാത്തിഹയ്ക്ക് ഒരു സമയം നിശ്ചയിക്കണ്ട, അങ്ങനെ ഓടുക. ഒഴിവുള്ള സമയത്ത് ഇക്താറുൽ ഫാത്തിഹ, അവിടെ മാരിഫത്തിൻ്റെ വാതിൽ തുറക്കും. ഖുർആൻ്റെ വാതിൽ അവിടെയല്ലേ തുറന്നത്, മാരിഫത്തിൻ്റെ വാതിലും അവിടെ തുറക്കും. മാരിഫത്തിൻ്റെ വാതിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉള്ളിൽ നിന്നൊരു ഭയപ്പെടൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളിൽ നിന്ന് ഭയപ്പെടുക. ചില ആളുകൾ പറയണ്ടല്ലേ, എനിക്ക് എന്താണ് ഈ റാഹത്ത് കിട്ടുന്നില്ല. ഈ റാഹത്ത് റബ്ബ് തരേണ്ടതാണ്. എന്താണ് ഈ റാഹത്തില്ല, എൻ്റെ ജീവിതം പരാജയത്തിലാണ്. ജീവിതം പരാജയത്തിലാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ നോട്ടം പിൻവലിക്കണം, അല്ലെങ്കിൽ റാഹത്ത് കമ്മി ഉണ്ടാവില്ല. കട ഉണ്ടാവും, റാഹത്ത് കമ്മി ഉണ്ടാവില്ല. രോഗം ഉണ്ടാവും, റാഹത്ത് കമ്മി ഉണ്ടാവില്ല. പലതരം മശക്കത്തുകളുണ്ടാവും, പലതരം തടസ്സങ്ങളുണ്ടാവും, പക്ഷെ റാഹത്ത് കമ്മി ഉണ്ടാവില്ല. ദാരിദ്ര്യം ഉണ്ടാവും, റാഹത്ത് കമ്മി ഉണ്ടാവില്ല. ഇനി തിരിച്ച് പണം എമ്പാടുണ്ടാവും, റാഹത്ത് ഉണ്ടാവില്ല. ആരോഗ്യം പള്ള നിറച്ചുണ്ട്, റാഹത്തില്ല. പുരയിൽ ഒരു ബുദ്ധിമുട്ടില്ല, റാഹത്തില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് അറിയില്ല, പക്ഷെ തമ്മിൽ റാഹത്തില്ല. മക്കളും ബാപ്പയും തമ്മിൽ എന്താണൊരു കാരണം എന്നറിയില്ല, പക്ഷേ തമ്മത്തെ ഒരു റാഹത്തില്ല. നമ്മളൊരു കള്ളൊന്നും കുടിക്കണില്ല എന്നല്ല, പക്ഷെ എന്താണെന്നറിയില്ല, പുരയെ കയറിയ ഒരു സുഖമില്ല. ഞാനിവിടുന്ന് നാടിട്ട് നോക്കുക, എനിക്ക് ഈ നാട്ടിൽ റാഹത്തില്ല. അങ്ങനെ പറയുന്നവർ നമ്മുടെ നാട്ടിലുണ്ടോ അല്ലേ? ഉണ്ട് എന്ന് പറഞ്ഞാൽ അനവധിയുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം റാഹത്തിന്, ഇത് റാഹത്തിൻ്റെ ബാബ. പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് മുഅ്മിനായ മനുഷ്യന്മാർക്ക് ഷിഫാഇന് നൽകിയതാണ്. പരിശുദ്ധ ഖുർആൻ ഷിഫാഇൻ്റെ സൂറത്താണ്. ഷിഫാഉൽ ജിസ്മാനി വ ഷിഫാഉൽ റൂഹാനി. ജിസ്മാനിയായ ഷിഫയും റൂഹാനിയായ ഷിഫയും ഖുർആനിലുണ്ട്. അത് തടിക്ക് ഷിഫ, ആത്മാവിന് ഷിഫ. അതാണല്ലോ ഇപ്പോൾ വേണ്ടത്. ആ രണ്ടും ഖുർആനിലുണ്ട്. അതിനു വേണ്ടി തന്നതാണ് ഖുർആൻ. അലൈക്കും ബിഷിഫ, ഇനി ഷിഫ വരുത്തുന്ന രണ്ട് നിങ്ങൾ നിത്യമായി ഉപയോഗിക്കണം. ബിൽ ഖുർആനി വബിൽ അസൽ. ഒന്നും എന്നും ഖുർആൻ ഉപയോഗിക്കുക, എന്നും തേനും ഉപയോഗിക്കുക. തേന് അലൈക്കും ബിഷിഫ, ഷിഫയുള്ള രണ്ടെണ്ണം നിങ്ങൾ നിത്യമായി ഉപയോഗിക്കണം. ബിൽ ഖുർആനി വബിൽ അസലി. അസലി അറിയുമ്പോൾ അസൽ തന്നെ ആയിരിക്കണം. അത് ഞാൻ പറയാം, പഞ്ചസാര കലക്കിയതായത് അസൽ തന്നെ ആയിരിക്കും. അസലാണെന്ന് ഉറപ്പ് വരുത്തണം. അസലാണോ അതിന് ഷിഫ ഉണ്ടോ? അസലാനെ തരുന്നത് തേനീച്ചയെ പറ്റി സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്, സൂറത്തുൻ നഹ്ൽ.
തേനീച്ചയെ പറ്റി ഒരു സൂറത്ത് തന്നെ ഖുർആനിലുണ്ട്. തിരിച്ചു വരാൻ ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിന് റാഹത്തിന് നൽകിയ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. അതിനൊരു പ്രയാസം ഇല്ലേനും അതിങ്ങനെ ഒഴുകും നാവില്. ഗൾഫിൽ പോയി ഒരു കമ്പനിക്കാരി ഒരു സുഖം കിട്ടിയില്ല, ഫാത്തിഹ പഠിപ്പിച്ചോ. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു കിഫായത്ത് തരും. കിഫായത്ത് പറഞ്ഞാൽ ഒരു മതിയാകൽ. മാറി വരും. പിന്നെ അള്ളാഹു എനിക്ക് തറക്കി തരും. നീ കാണുന്ന ഉയർച്ചലുണ്ടാവും. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ അത്ഭുതകരമായൊരു സാഹചര്യത്തിൽ അതിനേക്കാൾ നല്ലതിലേക്ക് തന്നെ നേരെ കൊണ്ട് ഇരുത്തി തരും. അത് അല്ലെങ്കിൽ 600 റിയാലിൻ്റെ ശമ്പളത്തിന് വന്ന എന്നെ വിടാൻ ആ കമ്പനിക്ക് കഴിയാതെ 2500 തരും. റാഹത്തിനൊരു സൂറത്തുണ്ട്, അതാണ് എന്ത്? ഫാത്തിഹ. റാഹത്തിൻ്റെ സൂറത്ത്. അതൊക്കെ ചിന്തിക്കാത്തത്. നമ്മളിങ്ങനെ ഫാത്തിഹ ഓതിയില്ലെങ്കിൽ നിസ്കാരം സഹിയാവില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മർമ്മണ്ടാവും അതിൻ്റെ ഉള്ളിൽ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. ഈ മുറിയിൽ കയറണമെങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് കയറുക, താക്കോല് വേണം, പിന്നെ സ്വിച്ച് ഇടണം, ഫാൻ ഇടണം, ലൈറ്റ് ഇടണം, ഇതൊക്കെ ഇടാതിരിക്കുക. താക്കോലിട്ട് തുറക്കാക്കാൻ പറ്റില്ല. താക്കോലിട്ട് തുറന്നാൽ നിർബന്ധമാണത്. അപ്പം സ്വിച്ച് ഇടല്ലോ, അത് കറണ്ടാണ്. കറണ്ട് ചിലപ്പോൾ സ്വയം തന്നെ പോകും. അപ്പോൾ സ്വിച്ച് ഇട്ടാലും കാര്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പോൾ ഫാനില്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, വെളിച്ചമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. അതായത് വെളിച്ചമില്ലാതെ ബൾബിടാതെ ബൾബ് കത്താതെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. പക്ഷെ എന്തില്ലാതെ കഴിയില്ല. താക്കോലാണ് മർമ്മം. ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കാം. നിസ്കാരത്തിൻ്റെ താക്കോലും ഖുർആൻ്റെ താക്കോലുമാണ് എന്ത്? ഫാത്തിഹ. ലാ സ്വലാത്ത ലിമല്ലം യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ് എന്ന കിതാബ് എന്ന് പറയുമ്പോൾ അതിനൊരു ലോജിക്ക് ഉണ്ടാവും. അത് ചിന്തിച്ച ഉത്തരം കിട്ടൂല. ഇപ്പം 114 സൂറത്തും അള്ളാൻ്റെ തന്നെയല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഒരു സൂറത്തിൻ്റെ അല്പഭാഗമോ അല്ലെങ്കിൽ സൂറത്ത് ഫുള്ളോ ആണ് ഓതിക്കളി എന്ന് പറഞ്ഞാൽ അതും അള്ളാഹ്ക്കറിയാം. ഒക്കെ എൻ്റെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓതിക്കോളിയും കേട്ടോ. നേരെ ഉണ്ടെങ്കിൽ വലിയത് ഓതിക്കോളി, ചെറിയത് ഓതിക്കോളി, നിങ്ങൾ നിസ്കരിച്ചാൽ മതി. അങ്ങനെ അള്ളാഹ് പറഞ്ഞൂടെ? ഒക്കെ അള്ളാഹിൻ്റെ കലാമാണെങ്കിലും അത് അങ്ങനെ ഫാത്തിഹ അല്ലെങ്കിൽ നിസ്കാരമല്ല എന്ന് പറയുമ്പോൾ അതിനൊരു വലിപ്പം മറ്റൊരു ചെറുപ്പം ഉണ്ടാവുണ്ടല്ലോ. മറ്റൊരു ചെറുപ്പമാക്കല്ല. ഇവങ്ങളെല്ലാവരും ഇവിടെ ക്ലാസ്സിന് വരുന്നുണ്ട്. അൻവറിനോട് ഞാൻ പറഞ്ഞു, അൻവർ ഇജ്ജ് രാവിലെ വരണം, ഇല്ലേ ക്ലാസ് എടുക്കൂലട്ടോ പറഞ്ഞാൽ അതിപ്പോൾ നിങ്ങളെയൊക്കെ ഒരു ചെറുതാക്കലുണ്ടല്ലോ. ബാക്കിയുള്ളവർ വന്നോട്ടെ വന്നില്ല, അത് നോക്കണ്ട, ഇജ്ജ് വന്നേ അല്ലേ ക്ലാസ് എടുക്കൂലട്ടോ എന്ന് പറഞ്ഞാൽ അവിടെ അൻവറിനൊരു വലുതാക്കലുണ്ട്. നിങ്ങളെ ചെറുതാക്കാൻ വേണ്ടിയല്ല, ഒരു രഹസ്യം കിടക്കുന്നുണ്ടാവും. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് രഹസ്യം അതിലുണ്ടാവും. അത് നിങ്ങളെ ചെറുതാക്കാൻ വേണ്ടി പറയാല്ലേ. പിന്നെ സ്വാഭാവികമായിട്ട് ചെറുതാവുമല്ലോ. 10,500 ആളുകൾ കൂടിയ ജനറൽ ബോഡിയിൽ ഒരാളെ പ്രസിഡന്റ് ആക്കിയപ്പോൾ മറ്റൊരൊക്കെ അവിടെ ചെറുതായില്ലേ. പ്രസിഡന്റ് നിങ്ങൾ തന്നെ എന്ന് പറഞ്ഞാൽ 999 നിങ്ങളെ പറ്റും പോലെ പറ്റൂല അല്ലേ അർത്ഥം. അത് 999 ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒരു വസ്തുത പറഞ്ഞാണ്. എനിക്ക് ഞാൻ ഇവിടെ മരിച്ചാൽ ഇവിടെ വന്നിട്ട് വേണ്ടേന്ന്. അത് മരിക്കുമ്പോൾ നോക്കാം. ഇപ്പം നിങ്ങൾ ആവശ്യമാണ്, നിങ്ങളില്ല നടക്കൂല. മരിക്കുമ്പോൾ പിന്നെ അതിന് അള്ളാഹു ഒരു പരിഹാരം ഉണ്ടാവും. അപ്പം നിങ്ങൾ നിസ്കരിക്കണം എങ്കിൽ നിങ്ങൾ ഈ സൂറത്ത് ഓതാതെ നിങ്ങൾക്ക് നിസ്കരിക്കാം. പക്ഷെ എന്ത് പറ്റൂല? ഫാത്തിഹ പറ്റൂല. അത് ഓരോ റക്അത്തിലും വേണം. ആ റക്അത്തിൽ ഇനി സൂറത്തോ ഓതിക്കോളി, ഓതണ്ട. ഓതിനനുസരിച്ച് നിങ്ങൾക്ക് കൂലിട്ടും.
ഓതില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. ഇല്ലേ, അങ്ങനെ പറയാം, അങ്ങനെ തന്നെയല്ലേ. അപ്പം അതിൻ്റെ രഹസ്യം കിടക്കുന്നില്ലേ. അതേ സമയത്ത് കുല്ലുള്ളാഹു എല്ലാ സൂറത്തിലും റക്അത്തിലും ഓതുന്ന തെറ്റുണ്ട്, തെറ്റൊന്നുമില്ല. പക്ഷെ വാജിബില്ല. ഈ കുല്ലുള്ളാഹു അഹദോ കുല്ല റബ്ബിൽ ഫലക്കോ അനൊക്കെ സൗകര്യം പോലെ ഓദിക്കോ. പക്ഷെ എന്ത് ഓതണം? ഫാത്തിഹ. അവൻ്റെ അത് പഠിച്ചവൻ മറ്റൊക്കെ പഠിച്ചവൻ്റെ അല്ലേ, അതൊന്നും നോക്കണ്ട. ഇതില്ലെങ്കിൽ നടക്കൂല. അപ്പം ഇതിൽ രഹസ്യം കിടക്കുന്നുണ്ട്. ആ രഹസ്യം നമുക്ക് വാതിൽ തുറന്നാൽ തീരൂല. നിങ്ങളിത് വളരെ ചിന്തിക്കണം, ഭയങ്കര ചിന്തിക്കണം. അപ്പം അതുമായി ബന്ധപ്പെട്ട അപ്പം നിങ്ങൾ നിസ്കാരത്തിൽ തന്നെ അതിന് ഇത്ര വലിയൊരു പ്രാധാന്യമുണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്കി. അതിൻ്റെ ഒരു വില എത്രയാണ്? അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ നമുക്കത് പറഞ്ഞാൽ തീരൂല. ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയാം. തഫ്സീറുൽ കബീർ നോക്കി, ഇന്ന ഹാദിഹി സൂറ മുസമ്മാത്തും ബി ഉമ്മിൽ ഖുർആൻ. ഇത് ഉമ്മുൽ ഖുർആൻ എന്നതിന് മുത്തനബിയുടെ പേരാണ്, അള്ളാഹുവിൻ്റെ പേരാണ്. മുത്തനബി അത് ഉദ്ധരിച്ചു. ഫവജബ കൗനുഹാ കൽ അസ്ലി, അപ്പോൾ അത് അടിത്തറ പോലെയാണ്. വൽ മഅദനി, ഒരു ഖനി പോലെയാണ്. ഖനിയും എടുക്കുന്നതുമുണ്ട്. സ്വർണം ഖനിയല്ല, സ്വർണം ഖനിയിൽ നിന്ന് എടുക്കുന്നത്. ഖനിയില്ലെങ്കിൽ സ്വർണം കിട്ടൂല. മർമ്മം ഖനിയ അല്ലേ? പറയും മനുഷ്യന്മാരെ, ഖനി ഇല്ലെങ്കിൽ സ്വർണത്തിനെ ഇഖ്റാജ് ചെയ്യാൻ കഴിയില്ല. അപ്പം മർമ്മം ഖനിയാണ്, അടിത്തറയാണ്. ചുമരുണ്ടാകണമെങ്കിൽ തറ ഉണ്ടാകണം, സ്വർണം ഉണ്ടാകണമെങ്കിൽ ഖനി ഉണ്ടാകണം. അപ്പം ഖനിയും അടിത്തറയുമാണ് എന്ത്? ഫാത്തിഹ എന്ന്. അതിന്ന് കിട്ടിയതാണ് ബാക്കിയുള്ളവർക്കൊക്കെ. അതിന്നുണ്ടായതാണ്, അതിന്ന് കിട്ടിയതാണ്, അതിന്ന് നിറഞ്ഞതാണ്. അതല്ല എന്ന്. അപ്പം അതിന് പകരം ഒന്നുമില്ല. അതിന് പകരം വെക്കാൻ ഒന്നിനോട് കഴിയുകയില്ല. ബഹുമാനപ്പെട്ട ഫാത്തിഹ. അപ്പം ഞാനെന്താ നിങ്ങളോട് പറയുന്നതെങ്കിൽ നേരവും അതുകൊണ്ട് നേട്ടം നേടിയ ആളുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട് കിതാബിലല്ല. ജീവിതം വഴിമുട്ടിയ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ ഫാത്തിഹ പതിവാക്കി. പിന്നെ അയാൾക്ക് അല്ലാഹു ഖൈനെ അങ്ങോട്ട് കൊടുത്തു. ഞാൻ അങ്ങനത്തെ ആളെ കണ്ടിട്ടുണ്ട്, ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഗൾഫിലേക്ക് വലിയ റാഹത്തിൽ പോയതാണ്. അവിടെ ചെന്നപ്പോൾ അയാൾക്ക് കിട്ടിയത് മസ്റയിലാണ്. അവിടെ ആട് മേയ്ക്കുക, വലിയൊക്കെ ശമ്പളം കിട്ടില്ല. ആ മസ്റയിൽ അവിടെ കിടക്കണം, വെയിലും ചൂടും തണുപ്പും കൊണ്ട് കിടക്കണം. ഇനിയൊന്നുമില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? സമയിഷ്ടം പോലെ, സിനിമയില്ല, മറ്റുമില്ല, മറിച്ചുമില്ല, ഒന്നുമില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഏതായാലും ഫാത്തിഹ ഓതി. അയാൾ എന്നോട് പറഞ്ഞാണ്, എത്രയും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആട് മേക്കും, പോകും, വരും, എടുക്കും, കൊടുക്കും, എന്തും ഞാൻ ആടിന് പിന്നാലെ നടക്കും, വെള്ളം കൊടുക്കും, എന്തും കൊടുക്കും. കക്കൂസ്, മൂത്രപ്പര, ഉറക്കം അല്ലാത്ത നേരത്തെ മുഴുവൻ ഞാൻ എന്താ ചെയ്ത്? ഫാത്തിഹ. ആ മനുഷ്യന് അല്ലാഹു എന്ന് ചെയ്തു കൊടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ തീരൂല. അയാൾ തൊഴിലൊന്നും ചെയ്യുന്നില്ല, അയാൾക്ക് തൊഴിലിൻ്റെ ആവശ്യമില്ല. അല്ലാഹു അങ്ങോട്ടൊക്കെ വാരിക്കോരിട്ട് കൊടുത്തു. അതിനാളുണ്ട്. ഇതൊക്കെ നേരാ. നിങ്ങൾ നല്ല മനസ്സോടുകൂടി വരികയാണെങ്കിൽ ഞാനതിന് ആളെ തന്നെ കാണിച്ചു തരാം, അല്ലെങ്കിൽ അഡ്രസ്സ് തരാൻ പോയി അവിടെ സംസാരിക്കാം. അല്ലാഹു നിഅമത്ത് അങ്ങോട്ട് കൊടുക്കുക. അതിൻ്റെ അർത്ഥം മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് ജില്ലയിൽ വലിയ മുതലാളി അയാളെന്നല്ല. മുതലാളിക്ക് ഒന്നും ഉണ്ടാവില്ല, മുതലാളിക്ക് മുതലുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. ദാരിദ്ര്യത്തെ പേടിയില്ലാതിരിക്കുക, ഒന്നിനും പേടില്ല.
കാരണം അയാൾ അങ്ങോട്ട് കൂടി എന്തുമൽ ഫാത്തിഹ ഫാത്തിഹ അതിന് പകരവും ഇല്ല. നിങ്ങൾ രോഗമാകുകയാണെങ്കിൽ നിങ്ങൾ ഫാത്തിഹ ഓതിക്കോളൂ. എത്രയും ഒരുപാട് ഫലം. ഒന്നീം അങ്ങോട്ട് മരിക്കും. 2, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് റാഹത്ത് തരും. ഈ റാഹത്ത് എന്ന വാക്കിന് ഇങ്ങനൊരു വ്യാഖ്യാനമില്ല. അത് രോഗം മാറില്ലാണോ? ചിലപ്പോൾ ഖൈറാണെങ്കിൽ രോഗം മാറും, ചില്ലെങ്കിൽ രോഗമല്ലാത്തതുപോലെയാവും. രോഗിയായി മരിക്കും, ഷഹീദിൻ്റെ പദവി ഉണ്ടാവും. നിങ്ങൾക്ക് നടക്കാത്ത ഒരു കാര്യം ഉണ്ടാകുന്നില്ല. ഇപ്പം ഞാൻ എന്നെ സ്ഥിരമായി ഞങ്ങളോട് പറയുന്ന സ്ഥിരം എല്ലാ കൊല്ലവും എന്തെങ്കിലും ഫാത്തിഹയെ പറ്റി പറയാറുണ്ട്. അപ്പോൾ ഒരു ബർക്കത്ത് പോലെയാണ് ആ ഒരു ക്ലാസ്. അപ്പം അതിന് യാതൊരു നിലക്കും നമ്മൾ പുറകോട്ട് പോകരുത്. നമ്മൾ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മുതല. ആയാത്തുഹ സബ്ഉൻ, ഫാത്തിഹയുടെ ആയത്ത് 7ആണ്. അബ്വാബു നിറാനി സബ്അ, നരകത്തിൻ്റെ വാതിലുകൾ 7ആണ്. ഫമൻ ഫതഹ ലിസാനഹു ബിഖിറാഅതിഹി ഉല്ലിഖത അൻഹുൽ അബ്വാബു സബ്അ. ഫാത്തിഹ ഓതാൻ ഒരാൾ തുടങ്ങിയാൽ ആ മനുഷ്യൻ്റെ വിഷയത്തിൽ ഫാത്തിഹ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ, ഫാത്തിഹ അവൻ്റെ ദായിമാക്കിയാൽ അവൻ്റെ തൊട്ട് അല്ലാഹു തആല നരകത്തിൻ്റെ വാതിൽ അടച്ചിടും. മുനിഞ്ഞ നരകല്ല. ഉമ്മുൽ ഖുർആൻ, അത് ഖുർആൻ്റെ മാതാവാണ്. നമ്മളിങ്ങനെ പറയും വെട്ടികൾ പറഞ്ഞ് നിങ്ങൾ കേൾക്കരുത്. വെട്ടികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അള്ളാഹുവിൻ്റെ ദീനിനെ നിസ്സാരപ്പെടുത്തിയവർ. ദീനിലില്ലേ ഉണ്ട്, പക്ഷെ നിസ്സാരപ്പെടുത്തി. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖൽഖിൽ നിധി മുഹമ്മദ് മുസ്തഫ, അള്ളാഹിൻ്റെ കലാമിൻ്റെ നിധി ഫാത്തിഹയാണ്. ഇത് 2 ചേർത്ത് വെക്കുക. മുൻഗാമികളുടെ സ്വഭാവം. ഇലാ ഹളറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. നീ കുറേ ഫാത്തിഹ ഓതും, പിന്നെ എന്തെങ്കിലും പണിയിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ ഒരാളോട് വർത്തമാനം പറഞ്ഞാൽ പിന്നെ ഇലാ ഹളറത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. ഇത് 2 ചേർത്തിട്ട് കൊണ്ടുപോകുക. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ നിധി അല്ലെങ്കിൽ അതിൻ്റെ കനി, അതിൻ്റെ തറ ധാര. പറ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ ഖനി, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലെ തറ എന്ന് പറഞ്ഞാൽ അതാരാ? അള്ളാഹുവിൻ്റെ ഹബീബാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അള്ളാഹുവിൻ്റെ കലാമിലെ ഖനി അതേതാണ് താനും? ഇപ്പൊ റാസി ഇമാം പറഞ്ഞല്ലോ, അതേതാണ് താനും? ഫാത്തിഹ. ഇത് 2 ചേർത്താണ് ഇടുക. അത് അന്തല്ലാത്തവരത് അംഗീകരിക്കൂല. ഒരു ഇലാഹ നടത്തി റസൂൽ എന്ന് അറിയണോട് അവിടുന്ന് എണീറ്റ് പോകും. ഓൻ പോയിക്കോട്ടെ, ഓൻ പോയാലേ അതവിടെ ശുദ്ധിയാവുള്ളൂ. നമ്മൾ എള്ള് വെയിലത്തിടണം. എന്തിനാ എള്ളെന്തിനാ വെയിലത്തിടത്? എള്ളാണോ ഇടക്കിടക്ക് അതിൽ പലതരം കൂത്തൻ വരും. വെയിലാണ് കൊണ്ടാൽ കൂത്തനാണ് പോകും. വെയിലത്തിടണ നേരായി. ഏതൊരു സാധനം വെയിലത്തിനിട്ടോ കൂത്തന്മാർ പോകും. ഒരു സദസ്സിൽ കൂത്തം പോകാൻ പറ്റി. ഞങ്ങളെല്ലാം വർത്താനം പറഞ്ഞു. നിങ്ങളും വഹാബിങ്ങളും മറ്റൊരു മറിച്ചവരും ഒക്കെ വർത്താനവും രാഷ്ട്രീയം ഒക്കെ പറഞ്ഞ് കുത്തിരക്കേണ്ട ഇടയിൽ നിങ്ങൾ ഒരാൾ ഇലാഹ നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ അത് വെയിലത്തിട്ടു. കൂത്തം പോയി. കൂത്തനോട് അങ്ങനെ പോകും. ഇത് കൂത്തന്മാരിങ്ങനെ പോകും. ഒരു കൂത്തൻ മറ്റേ കൂത്തനൊക്കെ ഇങ്ങനെ കൂത്തന്മാർ പോയി. പിന്നെ നമുക്ക് എള്ളി വാരി കൊണ്ടുവന്ന അത് സൂക്കായി. ഒരവിടെ ഒത്തി പോയി. ഉറപ്പാണ്. ഇപ്പം ഞങ്ങൾ ഒരു മുറിയിൽ ഒരു 10-100 ആളുണ്ടെങ്കിൽ ഏതാണ് എന്നെ ദീനിനെ നിസ്സാരപ്പെടുത്തണോ നിസ്സാരപ്പെടുത്താത്തതിന് അങ്ങനെ തിരിയില്ല. വേഗം അവിടെ എന്ത് പറഞ്ഞാൽ മതി? ഇലാ ഹളറത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. അപ്പം അങ്ങനെ പോകും. കൂത്തന്മാരാണ് പോകും. അത് വെയിലത്തിടങ്ങ. അപ്പൊ നമ്മളെ അതൊരു വൃത്തി. ഇത് ഞങ്ങൾ തമാശല്ല, അത് ഭയങ്കര. അപ്പൊ 2 ചേർത്ത് വെക്കുക.
അത് മുൻഗാമികൾ നമ്മൾ കേട്ടതാണ്. ഓലൊക്കെ ഈമാൻ കിട്ടി മരിക്കണ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ ഈ നാട്ടിൽ ഈ മണ്ണിൽ ഈ നിസാരപ്പെട്ടതിൽ ജീവിച്ച് അതിന് പണിയെടുത്ത് കുടുംബം പോറ്റി രാത്രിയാകുമ്പോൾ കുട്ടികളൊപ്പം കടന്നുറങ്ങി മരിച്ചു. ഞമ്മക്ക് അന്നം തിന്നണമെങ്കിൽ ഗൾഫ് പോകണം. എന്താ കാരണം? ബർക്കത്തില്ല. ആണോ അല്ലേ? സത്യമാണോ അല്ലേ? ഇന്ന് മര്യാദക്ക് ഒരു ഉരുള ഒരുത്തണമെങ്കിൽ നമുക്ക് ഗൾഫ് പോകണം. ഇത് അദാബാണോ ഇത് റഹ്മത്താണോ? അല്ല, അദാബല്ലേ. ഒരുത്തൻ അവൻ്റെ ഭാര്യ അവൻ്റെ കുട്ടികൾ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും അടുത്ത് മടങ്ങിയെത്തണം. കരിപ്പൂര് വരെ പോകുകയാണെങ്കിൽ മടങ്ങിയെത്താം. കരിപ്പൂരിൽ നിന്ന് പോകുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് മടങ്ങൂല. അതാണ് പ്രശ്നം. എനിക്ക് കരിപ്പൂരാണ് പണിയെങ്കിലും വൈകുന്നേരം തിരിച്ചെത്തുക. കരിപ്പൂരിൽ നിന്നൊരു കൊട്ടൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം കയറ്റി കുത്തിരിച്ചാൽ പിന്നെ അഞ്ചും പെട്ടെന്ന് മടങ്ങൂല. പിന്നെ എൻ്റെ പെണ്ണുങ്ങൾക്ക് ഇജ് വിചാരിച്ചിട്ടും കാര്യമില്ല പോലെ തന്നെ വിചാരിക്കണം എന്നെ കൊണ്ട്. മറ്റേതെന്താണെങ്കിലും നമ്മളെ നാട് ഈ ഇലാഹ നടത്തി പറഞ്ഞ് പുറപ്പെടുകയും ഈ ഇലാഹ നടത്തി മേൽ പണിയെടുത്തുകയും ചെയ്തിരുന്ന നമ്മളെ മുൻഗാമികൾ അവരെന്താണെങ്കിലും അവരണ്ട് ഇറങ്ങിയാൽ 10 ഒന്ന് കഞ്ഞുടിക്കാൻ വരും. അപ്പം പരിയത്തെ കാര്യങ്ങളൊക്കെ നോക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലും സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ സ്കൂളിൽ പോകാതെ കൂല, കാരണം കഞ്ഞുടിക്കാൻ വാപ്പ വരും. ഇത് വാപ്പ വരണമെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോയാലെന്ത് പോയിട്ടില്ലെങ്കിൽ സ്കൂളിൽ പോയവനോടെ പരമാവധി ശല്യം ഉണ്ടാക്കാതെ പറയിപ്പിക്കാതെ പെൺകുട്ടികളെ തോണ്ടാതെ ആൺകുട്ടികളെ തോണ്ടാതെ നല്ല ആൾക്ക് കഴിയും. കാരണം ബാപ്പ അറിഞ്ഞ ഭക്ഷണത്തര ബാപ്പ എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കണം മനുഷ്യനോ. എന്നാൽ അങ്ങനെയല്ല. ഇന്നെന്ത് കഴിഞ്ഞ് ബാപ്പ പോയി. ഇനി 2 കൊല്ലം 3 കൊല്ലം ഇത് അദാബാണ്. ഇതിനേക്കാളും വലിയ അദാബ് എന്താ? ഒരു ജനതക്ക് അവരുടെ വീട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു വരാൻ കഴിയില്ല. എടാ അന്നേക്കാൾ നല്ലതെടാ, അന്നേക്കാൾ നല്ലത് കാക്കല്ലേ. കാക്ക രാവിലെയാണ് പോയാൽ വൈകുന്നേരത്തിന് തിരിച്ചെത്തി. കാക്ക കുഞ്ഞുമോൻ കാക്കയല്ല, ഖുറാബ്. അതെ, അങ്ങനെ തന്നെ രാവിലെ കാക്കയുടെ പോയാൽ വൈകുന്നേരം കാക്ക തിരിച്ചെത്തി. ഏത് ജീവിയും അതിൻ്റെ ഇണയിലേക്ക് വൈകുന്നേരം തിരിച്ചെത്തും. മലബാരികൾ ഒഴികെ. മലബാരികൾക്ക് ഭക്ഷണം കിട്ടണമെങ്കിൽ ഇതൊന്നും ഇല്ലാതെ നമ്മളെ ജനത സന്തോഷകരമായി ജീവിച്ച ഒരു കാലമുണ്ട്. അതിന് കാരണം എന്താ? അവർ ഈ ഇലാഹ നടത്തിയാണ് അവരെ ജീവിപ്പിച്ചത്. അത് കന്നൂട്ടാൻ ഇറങ്ങുകയാണെങ്കിലും കൈക്കോട്ടെത്താൻ ഇറങ്ങുകയാണെങ്കിലും വിത്തിടാൻ ഇറങ്ങുകയാണെങ്കിലും പാടത്തിറങ്ങുകയാണെങ്കിലും എവിടേക്ക് പോവുകയാണെങ്കിലും എവിടുന്ന് വരികയാണെങ്കിലും എന്താണെങ്കിലും ഇലാഹ നടത്തി. ഇലാഹ നടത്തി നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. പള്ളിയിൽ നിന്ന് പോയി തിരിച്ചു വന്ന് കഞ്ഞി കുടിക്കും. എൻ്റെ വല്യപ്പ കഞ്ഞി കുടിച്ച് പുറത്ത് കിണ്ടി വെച്ചിട്ടുണ്ടാവും. കിണ്ടി വെച്ചിട്ട് കിണ്ടിയിൽ വെള്ളം നിറച്ച് കുട്ടികളെ പല കൊണ്ട് മൂടും. ചെറിയ പല കൊണ്ട് മൂടും. ആ പലക അവിടെ നിർത്തി വെച്ച് കിണ്ടി എടുത്ത് പിന്നെ കൈ കഴുകി വായ കഴുകി കുപ്പിളിച്ച് പിന്നെ ആ കിണ്ടി അവിടെ തന്നെ വെച്ച് പിന്നെ തോളത്തുള്ള മുണ്ട് ഇടും. ആ തോളത്തുള്ള മുണ്ടിലേക്ക് ഇതിങ്ങനെ തുടക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് കേൾക്കാം. അകത്തേക്ക് ഇങ്ങോട്ട് കേൾക്കും. ഇലാ ഹദ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ-ഫാത്തിഹ ദായിമ. ഞാൻ ഫാത്തിഹ ഇങ്ങനെ വന്ന് ഇങ്ങനെ കട്ടിലിൽ അവിടെ എത്തുമ്പോഴത്തേന് ഫാത്തിഹ തീർന്നു. യാസീൻ ഓതി ഇഖ്ലാസ് മുഅവ്വദത്തെ കയ്യിലൂതി കിടന്നു. ഒരു രോഗമില്ല, ഒരു പ്രയാസമില്ല, ഒന്നുമില്ല. ഇംഗ്ലീഷ് ഗുളിക വന്നത് മനുഷ്യന്മാരെ ഈ അടുത്ത കാലത്തല്ലേ. അതിന് മുമ്പ് അതും ഇല്ലല്ലോ. എന്നിട്ട് എന്തായിരുന്നു? കഞ്ഞിക്കൂർക്കലിൻ്റെ ചെടി കിണറ്റിൻ്റെ വക്കത്ത് അവിടെ വളർത്തും. കഞ്ഞിക്കൂർക്കലിൻ്റെ അത് തലവേദനക്കും അതന്നെ, കഫക്കെട്ടിനും അതന്നെ, പനിക്കും അതന്നെ. ആ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല അത് ചീന പിന്നാണത്തിലിട്ട് ഇങ്ങനെ അതിൻ്റെ നീരാണ് കൊടുക്കും. അത് കഞ്ഞിലിട്ട് അങ്ങനെ തന്നെ തൊള്ളയിലിട്ടിക്കും നാവിലിട്ടിക്കും ഒക്കെ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല.
മൽപ്പാലില്ല പെണ്ണുങ്ങൾ പരിയിലുണ്ടെങ്കിൽ അവരെ മൽപ്പാലിൻ്റെ 2 തുള്ളി, ഈ കഞ്ഞുകൂർക്കൻ്റെ 2 നീര് തുള്ളി കഴിഞ്ഞു. അതിൽ തീരാത്ത പനിയില്ല, തലവേദനയില്ല. ഇത് നമ്മൾ കണ്ടതാണ്. ഓർക്ക് ഇംഗ്ലീഷ് ഗുളിക എന്ന് വെച്ചിട്ട് ഇംഗ്ലീഷ് എന്നറിയില്ല. എൻ്റെ വലിയപ്പാക്ക് ഇംഗ്ലീഷ് എന്ന് അറിയില്ല. ഇന്നല്ല ഇംഗ്ലീഷ് ഗുളിക 10-90 ചില്ലാനം കൊല്ലം ജീവിച്ച് റാഹത്തായി പള്ളി മദ്രസയും ദീനൊക്കെ നടത്തി അങ്ങനെ മരിച്ചു. അള്ളാഹുവിനൊക്കെ ഓർത്തു കൊടുക്കട്ടെ. അപ്പൊ എന്താണ്ട് ഒരു സിറുണ്ട്, അള്ളാഹിന്റെ പൊരുത്തം. അതാണ് ഞങ്ങളോട് പറഞ്ഞത്, റാഹത്ത് അള്ളാഹ് തരണം. ഖുർആന്റെ റാഹത്ത് എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ഫാത്തിഹയാണ്. ഖുർആന്റെ മിഫ്താഹ് ഫാത്തിഹയാണ്. ഖുർആന്റെ താക്കോൽ ഫാത്തിഹയാണ്. അതിലെല്ലാം ഉണ്ട്. അത് ഒഴിവാക്കാനൊക്കെ കഴിയില്ല. അപ്പം നിങ്ങൾ ചിന്തിക്കുക, ഇങ്ങനെ ഇതിന് ഒരുപാട് സംഭവങ്ങൾ തെളിവായി, ഒരുപാട് സംഭവങ്ങൾ നമുക്ക് തെളിവായി ഉദ്ധരിക്കാൻ കഴിയും. والدليل عليه على ما روي أن جبريل عليه الصلاة والسلام قال للنبي صلى الله عليه وسلم, ഈ സൂറത്ത് കിട്ടിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹിനോട് ജിബ്രീൽ വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുന്തു അഖ്ശൽ അദാബ അലാ ഉമ്മതിക, അങ്ങയുടെ സമുദായത്തിന് അദാബ് ഇറക്കുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. നിങ്ങളുടെ സമുദായത്തിന് അദാബ് വരുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. ഫലമ്മാ നസലത്തിൽ ഫാത്തിഹതു അമിൻതു, ഫാത്തിഹ വന്നപ്പോൾ എനിക്ക് നിർഭയത്വം വന്നു, എനിക്ക് ആ പേടി പോയി. റസൂലുള്ളാഹിനെ ഇഷ്ടമുള്ളത് കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉമ്മത്തിന് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഉമ്മത്ത് പിന്നീട് നാശാവുമല്ലോ, പല കോലത്തിലായി ഇത് മാറും. പിന്നെ ഈ ഉമ്മത്ത് അദാബിലേക്ക് പോകുമോ എന്ന് എനിക്ക് വലിയ പേടിയായിരുന്നു. ഇമാം റാസി തങ്ങൾ പറഞ്ഞു, ഞാനല്ല, തഫ്സീർ കബീർ 1-ാം വാള്യത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. ഇമാം റാസി തങ്ങൾ പറയാണ്, തഫ്സീറുൽ കബീറിൽ നിന്നാണ് പറയുന്നത്, 1-ാം വാള്യത്തിൽ നിന്നാണ് പറയുന്നത്. അതായത് ജിബ്രീൽ അലൈഹിസ്സലാം പറയണം ഹബീബാ നബി, എനിക്ക് വലിയ പേടിയായിരുന്നു അങ്ങയുടെ സമുദായത്തിന് അള്ളാഹു അദാബാക്കോ, ദുനിയാവിലും ആഖിറത്തിലൊക്കെ അദാബ് കൊടുക്കുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. ഫലമ്മാ നസലത്തിൽ ഫാത്തിഹതു അമിൻതു, ഫാത്തിഹ ഇറങ്ങിയപ്പോൾ ഞാൻ നിർഭയനായി, എനിക്ക് ആ പേടി പോയി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമ യാ ജിബ്രീൽ, എൻ്റെ ജിബ്രീലെ അങ്ങനെ ഫാത്തിഹ ഇറങ്ങിയപ്പോൾ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഖാല, അപ്പോൾ ജിബ്രീൽ പറഞ്ഞു, അന്നല്ലാഹു തആല ഖാല, അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വഇന്ന ജഹന്നമ ലമൗഇദുഹും അജ്മഈൻ ലഹാ സബ്അതു അബ്വാബ് ലികുല്ലി ബാബിൻ മിൻഹും ജുസ്ഉം മഖ്സൂം. നരകത്തിന് 7 വാതിലാണ് ഉള്ളത്, ഓരോരുത്തർക്കും ഓരോ വാതിലുണ്ട്, ആ വാതിൽ ഓരോരുത്തരും കയറേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ലഹാ സബ്അതു അബ്വാബിൻ, നരകത്തിന് 7 വാതിലുണ്ട്. ഈ സൂറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് 7 ആയത്തുണ്ട്, അതിന് നരകത്തിന് 7 വാതിലുണ്ട്. ഈ ഓരോ ആയത്തും ഓരോ വാതിലടപ്പിക്കും. അപ്പോൾ എനിക്ക് സന്തോഷമായി. ചെറിയ പണി ചെറുത് മതി. എന്ത്? ഫാത്തിഹ. 1 മിനിറ്റാണ് ഒരു ഫാത്തിഹ ഉണ്ട്. 1 മിനിറ്റ് ചിലപ്പോൾ 1 മിനിറ്റ് വേണ്ടി വരില്ല. ഇപ്പം 100 ഫാത്തിഹ ഓതാൻ രാവിലെ സുബഹിസ്കരിച്ച ഒരാൾ 100 ഫാത്തിഹ ഓതാൻ 30 മിനിറ്റ് കയറി വന്നാൽ ചിലപ്പോൾ അത് കുറഞ്ഞു വരും, കുറയും. അതാദ്യമാണ് വേണ്ടി, പിന്നെ കുറഞ്ഞ് ഇങ്ങനെ വരും. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ. ഇപ്പം യാദൽ ജലാലി വൽ ഇക്റാം, അത് കുറച്ച് നീണ്ടൊരു വാക്കാം. ഇത് നിങ്ങൾ ദായിമായി ചൊല്ലിവെക്കണേ. ദായിമായി ചെല്ലിയാൽ പുതാരം 1000 വട്ടമൊക്കെ ചെല്ലാൻ 5 മിനിറ്റ് മതിയാവും. കാരണം പിന്നെ നാവായി മടുത്തുന്നു, വേറെ ആൾക്ക് ചെല്ലാനോട് കഴിയൂല. നിങ്ങൾക്കത് കഴിയും, നിങ്ങൾക്കത് എളുപ്പമായിരിക്കും. ഞങ്ങൾ ഒരു ഹർഫിൻ്റെ മഖ്റജ് തെറ്റിക്കുന്നുണ്ടാവില്ല. അതേപോലെയാണ് ഫാത്തിഹ. ഫാത്തിഹമ്മൽ നമ്മളെ നാവണ് നടക്കുകയാണെങ്കിൽ നാവിന് അത് എളുപ്പമാവും. ഇതിന് 7 നരകത്തിന് 7 വാതിലുണ്ട്, ഇതിനും 7 വാതിലുണ്ട്. ഫാത്തിഹയ്ക്ക് 7 വാതിൽ,
അസ്സബഉൽ മസാനി 7 വാതിലുണ്ട്. നരകത്തിനോ? അതിന് 7 വാതിലുണ്ട്. ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്ത് ഏതാ? ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അപ്പൊ ഫാത്തിഹയുടെ കാവൽക്കാരൻ ആരാ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നരകത്തിന്റെ കാവൽക്കാരൻ എത്ര? 19. ഇതിന്റെ അക്ഷരത്തിൽ 19. അപ്പൊ ഇതിന് സിർ എന്താ? തിരിഞ്ഞിട്ടില്ല. ഫാത്തിഹയുടെ കാവൽക്കാരനാണ് ആര്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. നരകത്തിന്റെ കാവൽക്കാര എത്രയാണ്? ആരാണ്? സബാനിയത്ത്. അവരെത്രയാണ്? 19. മനസ്സിലായില്ല? സബാനിയത്ത്, നരകത്തിന്റെ കാവൽക്കാരായ സബാനിയത്ത് എത്ര? 19. ബിസ്മിയുടെ അക്ഷരത്ര 19. നരകത്തിന്റെ വാതിലെത്ര? 7. ഫാത്തിഹന്റെ ആയത്തെത്ര? 7. ഇതൊക്കെ വെറുതെ, ഇതൊക്കെ വെറുതെ. മനസ്സിലാ? നിങ്ങൾ ചിന്തിക്ക്. എല്ലാം 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 എല്ലാ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് കണക്കുമായി ബന്ധപ്പെടാത്തൊരു കാര്യമില്ല. എല്ലാം കണക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും കണക്ക് നമുക്ക് കണ്ടെത്താൻ കഴിയും. 4 വേദഗ്രന്ഥം, 4 ഏട്, 4 തരത്തിൽ 4 വിഭാഗത്തിന് അമ്പിയാക്കൾക്ക് ഏട്, 4 അമ്പിയാക്കൾക്ക് കിതാബ്, 4 ഖുലഫാക്കള്, 4 അയിമ്മത്ത്, ഇങ്ങനെയൊക്കെ എല്ലാത്തിനും 4 4 4 4 4ൻ്റെ കണക്ക് അങ്ങനെ കാണാം. 7ൻ്റെ കണക്ക് വേറെ കൊളുത്ത് കാണാം. 40ൻ്റെ കണക്ക് വേറെ കൊളുത്ത് കാണാം. 313ൻ്റെ കണക്ക് വേറെ കൊളുത്ത് കാണാം. അപ്പൊ കണക്കില്ലാത്തൊരു ഒരു കാര്യം പരിശുദ്ധ ദീനിലില്ല. എല്ലാത്തിനും കണക്കാണ്. ഇപ്പൊ നോക്കി നിങ്ങൾ, നരകത്തിന്റെ വാതിലുകൾ 7, ഫാത്തിഹന്റെ ആയത്തുകൾ 7. നരകത്തിന്റെ മുന്നിലിരിക്കുന്ന സബാനിയത്ത് 19. ഫാത്തിഹന്റെ മുന്നിലിരിക്കുന്ന ആയത്തിന്റെ അക്ഷരം 19. മനസ്സിലായി പറഞ്ഞു? അപ്പൊ ഇതൊന്നും നിസ്സാരപ്പെട്ട കാര്യമല്ലല്ലോ. ഇതൊക്കെ അള്ളാഹിന്റെ അടുത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അറിവില്ലാതെ ഈ കാര്യമൊന്നും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ ചിന്തിക്കുക. ഒരുപാട് പറഞ്ഞാൽ അത് തീരൂല. ഒരുപാട് ചിന്തിക്കണം. ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് പറയാണ്, തൻ്റെ സാദുൽ മആദിൽ പറയാണ്, ശ്രദ്ധിക്കണം. ലഖദ് മറ ബി വഖ്തുൻ ഫീ മക്ക സഖംതു ഫീഹി വലാ അജിദു തബീബൻ വലാ ദവാഅൻ. ഞാനൊരിക്കൽ മക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് രോഗം വന്നു. ഹാഫിദ് ഇബ്നു ഖയ്യിം പറയാണ്. ഹാഫിദ് ഇബ്നു ഖയ്യിമിനെ മനസ്സിലാക്കേണ്ടത്, ഹാഫിദ് ഇബ്നു ഖയ്യിം ഇബ്നു തൈമിയ്യയാണ്. ഹാഫിദ് ഇബ്നു ഖയ്യിം പറയാണ്, എന്താ പറയുന്നത്? ഞാൻ മക്കയിലായിരുന്നു. ലഖദ് മറ ബി ഫീ വഖ്തു മക്ക, മക്കയിൽ എനിക്കൊരു സമയം കഴിഞ്ഞുപോയി. സഖംതു ഫീഹി, ആ സമയത്ത് ഞാൻ രോഗിയായി. വലാ അജിദു തബീബൻ, എനിക്കൊരു ഡോക്ടറെ കിട്ടിയില്ല. വലാ ദവാഅൻ, ഒരു മരുന്നും കിട്ടിയില്ല. ഞാൻ മക്കയെ കുടുങ്ങി ഒരിക്കൽ. അപ്പം എനിക്ക് അന്ന് എന്ത് വന്നു? രോഗം വന്നു. ഒരു ഡോക്ടർ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല, ഒരു മരുന്നും കിട്ടിയില്ല. ഫകുന്തു ഉആലിജു നഫ്സി ബിൽ ഫാത്തിഹ, അങ്ങനെ ഞാൻ എന്തുകൊണ്ട് ചികിത്സിച്ചു? സ്വന്തമായി ഫാത്തിഹ ചികിത്സിച്ചു. ഫഅറാ ലഹാ തഅ്സീറൻ അജീബൻ, അത്ഭുതകരമായ അത്ഭുതമാണ് പിന്നെ എന്നിൽ സംഭവിച്ചത്. ആഖുദു ശുർബതൻ മിൻ മാഇ സംസം വഅഖറഉ അലൈഹാ മിറാറൻ സുമ്മ അശ്റബു. ഞാൻ എന്താ ചികിത്സ ചെയ്തിരുന്നു അറിയോ? ഞാനൊരു പാത്രം സംസം വെള്ളം എടുക്കും, എന്നിട്ട് ഇതിൽ പലവട്ടം എന്ത് ചെയ്യും? ഫാത്തിഹ ഓതും, മന്ത്രിക്കും, കുടിക്കും. എനിക്ക് ഡോക്ടറും ഇല്ല, മരുന്നും ഇല്ല, ഒന്നുമില്ല. അഖറഉ അലൈഹാ മിറാറൻ സുമ്മ അശ്റബുഹു ഫവജദ്തു ബിദാലിക അൽബുർ അത്താം. പിന്നെ എനിക്ക് പൂർണ്ണമായ ശിഫ വന്നു.
ആ രോഗം തന്നെ പമ്പ കടന്നു. എന്തിൻ്റെ വർക്കത്തോണ്ട് തന്നെ. അപ്പം ഞാൻ കൂട്ടത്തിൽ നിങ്ങളോട് പറയട്ടെ, സംസം എന്ന് നമ്മുടെ കയ്യിലുണ്ടാണ്. അതിൽ ഫാത്തിഹ കുടിക്കുക. ഇത് രണ്ടും ഭയങ്കര ചേർച്ചയാണ്. ഞങ്ങളോട് പറയുന്നത്, ഞാൻ ഇതിനിടക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് അങ്ങനെ പിന്നെ സംസം നിത്യമായി കുടിക്കാൻ വേണ്ടി കിട്ടിയില്ലെങ്കിൽ ഒരു തുള്ളി മതി ഒരു ദിവസം. അതൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിക്കുക. ഇനി രോഗമാണെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഉച്ചക്ക്, രാവിലെ, ഉച്ചക്ക്, രാത്രി മരുന്ന് കുടിക്കും പോലെ. ഒരു തുള്ളി, ഒരു കുപ്പി, ഒരു ലിറ്ററിൻ്റെ കുപ്പി ഒരു ഉമ്രക്ക് പോയി വന്ന് ഒരാളെ കയ്യിൽ നിന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ. ഒരു കൊല്ലത്തിന് മതിയാവും. ഒരു തുള്ളി ഒറ്റിക്കണത്. രാവിലെ ഒരു തുള്ളി, ഉച്ചക്ക് ഒരു തുള്ളി, രാത്രി ഒരു തുള്ളി. രോഗമുണ്ടെങ്കിൽ, ഈ രോഗമല്ലെങ്കിൽ അതിരാവിലെ എണീറ്റാൽ ഉടനെ തന്നെ ഉളു കൊടുത്ത് ശുദ്ധിയായി വൃത്തിയായി ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു തുള്ളി ഇട്ടിച്ചോ. എന്നിട്ട് റബ്ബിനോട് പറയും, എൻ്റെ ഉള്ളും പുറത്തുകൊണ്ട് ശരിയാക്കി തരണം റബ്ബേ. എൻ്റെ ഉള്ളും പുറവും, അതായത് എൻ്റെ റൂഹും ജസത്തും, എൻ്റെ റൂഹിന് ശുദ്ധിയാക്കണം. അതിൽ പല ജാതി രോഗം ഉണ്ടാവും. കിബറു, ജുബുരിയാവ്, ഇങ്ങനെ പലതും. എൻ്റെ തടി, അതിൽ പലതും ഉണ്ടാവും. ഇത് രണ്ടും റബ്ബിനെ ഏൽപ്പിച്ചാണ്. ഇതൊക്കെ നിസ്സാരപ്പെട്ട കാര്യം, ചെയ്യാൻ എളുപ്പമാണ്. ആണോ അല്ലേ? ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത്ഭുതകരമായ ശിഫായിന്നാണ്. മാശുരിപത്തിലാവും. എന്തിനു വേണ്ടിയാണോ കുടിച്ചത് അതിൻ്റെ ഉത്തരയിൽ കിട്ടും. ഫാത്തിഹ പറയണ്ട, അതിലെ മഴനാണ്, കനിയാണ്. അപ്പൊ മനസ്സിലായില്ലേ? ഒരു തുള്ളി മതി. ഒരു തുള്ളി മാവു സംസം. അത് ഇച്ചിരി വലിയ ഗ്ലാസ് വെള്ളത്തിലേക്കാണ് ഒഴിച്ചണം. ഒരു തുള്ളി. ഈ രോഗമൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും മരുന്നിനെ വിശ്വസിക്കണ്ട. മരുന്ന് ഒരു മാധ്യമമാണ്, ഇത് അടിസ്ഥാനമാണ്. ഒരു തുള്ളി വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞ ആൾക്കും ഒരു തുള്ളി നാവിലൊറ്റിക്കാനൊക്കെ ഡോക്ടർ അമ്മയ്ക്കോലോ. ഒരു തുള്ളി നാവിലൊറ്റിക്കുക, അത് മതി. എന്നിട്ട് മരുന്ന് കുടിച്ചാൽ മതി. അതിൽ ഫാത്തിഹ ഒരൊറ്റ തുള്ളി ഫാത്തിഹ ഊത കുപ്പിയിലേക്ക് തന്നെ. എന്നിട്ട് ഒരു തുള്ളി നാവിലെത്തിച്ചു കൊടുക്കുക. രോഗിയാണെങ്കിൽ രോഗീൻ്റെ അവസ്ഥ, ഒരു തുള്ളി വെള്ളം കൊടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളിയോ കൊടുക്കാമല്ലോ. ഒരൊറ്റ തുള്ളിയിൽ ഫാത്തിഹ. ഇന്നത്തെ ഫാത്തിഹ ഊതുക, ഒരു തുള്ളി ഒറ്റിക്കുക, അടക്കുക. നാളത്തെ ഫാത്തിഹ ഊതുക. ഇതൊക്കെ വളരെ സഹലായ കാര്യമാണ്. അതുകൊണ്ട് എന്ത് വരും? ശിഫ വരും. പക്ഷെ എന്ത് വേണം? നമുക്ക് അള്ളാഹിനെ വിശ്വാസം വേണം. അതാണ് ആദ്യം വേണ്ടത്. നമുക്ക് അള്ളാഹിനെ വിശ്വാസം വേണം. നമുക്ക് ഇംഗ്ലീഷ് ഗുളികനെ വിശ്വാസം ഉണ്ടാവും, ഫാത്തിഹ സൂറത്തിന് വിശ്വാസം ഉണ്ടാവില്ല. സത്യമാണല്ലേ? നമുക്ക് ദജ്ജാല് കൊടുത്തയച്ച ഗുളികനെ നമുക്ക് വിശ്വാസം ഉണ്ടാവും, അള്ളാഹിനെ വിശ്വാസം ഉണ്ടാവില്ല. ഫാത്തിഹ സൂറത്തിന് വിശ്വാസമില്ല. അതൊക്കെ എന്ത്? അതന്നെ. ഡോക്ടർ പോകാനായിട്ടില്ല എന്ന് പറഞ്ഞാൽ 3 ദിവസം 4 ദിവസം പിന്നെ അവിടെ തന്നെ വാടക കൊടുത്ത് കിടക്കാൻ എനിക്ക് കഴിയും. ഒരാളുടെ മുന്നിൽ തല താഴ്ത്തി കൊടുത്തിട്ട് ഫാത്തിഹ ഓതിയിട്ടൊന്ന് മന്ത്രിക്കുന്ന അറിയാൻ അതിനെനിക്ക് നേരം കിട്ടില്ല. അതിൻ്റെയൊക്കെ തീർച്ചയായിട്ടല്ല. ഇപ്പം മന്ത്രിക്കാൻ തല താഴ്ത്തി കൊടുക്കുക.